ഹായ് ഹലോ നമസ്കാരം എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പൊന്നാക്കാരം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പേര് മാറ്റി പേരൊക്കെ നമ്മൾ എല്ലാ ഇപ്പോൾ മുന്നത്തെ ബ്ലോഗ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേര് മാറ്റാനുള്ള കാരണം ഒന്നുകൊണ്ടല്ല, നമ്മുടെ ചാനൽ പലരും അടിക്കുമ്പോൾ വാവാസെന്ന് അടിക്കുമ്പോൾ വേറെ ഒരുപാട് ചാനലുകൾ വരുന്നതുകൊണ്ട് നമ്മളെ ചാനൽ മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേര് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. അത് നമ്മൾ സാനിഫിക്ക് വന്നപ്പോൾ സാനിഫിക്കും കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സാനിഫിക്ക് പറഞ്ഞ് അത് ഇന്നത് കൊണ്ടാണ്, അത് പിന്നെ ഒരുപാട് ആൾക്കാർ ആ പേരുള്ളത് കൊണ്ട് നമ്മളെ ചാനൽ മുന്നിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒരു റയറായിട്ടുള്ള ഒരു പേര് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ പല ഇതും ചർച്ച ചെയ്ത് നോക്കുമ്പോൾ പൊന്നാക്കാരൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇല്ല എന്നാണ് പറയുക. വേണമെങ്കിൽ ഒരു ചാനലിട്ടം കാരണം അത് പൊന്നാക്കാരൻ എന്നല്ല, വേറെ എന്തോ ഒരു ഇതാണ്. ഒരു ചാനലുണ്ടെന്ന് തോന്നുന്നു, ഒറ്റ ചാനലുള്ളതെന്ന് തോന്നുന്നു, അത് ഇല്ലയെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ സാനിക്ക ഇപ്പോൾ തൽക്കാലം ഷൂട്ടിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. 2 ദിവസമായി പോയിട്ട് ഇവിടുന്ന് ഷൂട്ടിനായിട്ട് മൊത്തത്തിൽ പോയി, റൂമൊക്കെ കാലിയായി. ഇപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിയും വരാൻ, കാരണം ഒരു ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രകാശം പറക്കട്ടെ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അവസ്ഥ ഒക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണം. അവരൊക്കെ പോയപ്പോൾ ഇതാകണ്ടില്ലേ, ആകെ കച്ചറായിട്ട് കിടക്കണം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബീച്ചിലൊന്ന് പോകണം. ബീച്ചിൽ പോകണമെന്നാണല്ലോ, ഇന്നത്തെ രാവിലത്തെ കാഴ്ച എന്താണെന്നുള്ളത് ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെ വരാം. ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ബീച്ചിലൊന്നും ആരുമില്ല കേട്ടോ, രാവിലെ തന്നെ ആരുമില്ല. ബീച്ചൊക്കെ കരയായി കിടക്കുന്ന ആളുകളങ്ങനെ വരുന്നുള്ളൂ. ഇന്നലെ വൈകുന്നേരമൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത്തത് ലീവായതുകൊണ്ട്, ക്രിസ്മസിൻ്റെയും പിന്നെ അതിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ലീവായതുകൊണ്ട് ഒരാഴ്ച ഇവിടെ ലീവാണ്. ഒരാഴ്ചയല്ല, അപ്പോൾ 10-12 ദിവസത്തോളം ലീവെന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നലെയൊക്കെ ഫുള്ള് ആളുകളായിരുന്നു ബീച്ചിൽ. ഇന്നിപ്പോൾ ആരുമില്ല, വേറെ ഒന്നുമില്ല, കാലിയായി കിടക്കുന്നു സ്ഥലം. ഇത്ര ആൾക്കാരൊന്നും ഇല്ല കേട്ടാ. സംഭവം രാവിലെ വന്നിങ്ങനെ ഇരിക്കാൻ ഭയങ്കര വൈബാണ് കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. ഒന്ന് വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കാണ്, ഉറപ്പാണ്. ആരുമില്ല, അല്ല വലിയ കിടക്കുന്നു. ഇതാണ് അവസ്ഥ, ബീച്ചിൻ്റെ അവസ്ഥ താട്ടാ അല്ലേ. ഞാനിവിടെ വന്നതേ ഒരാളും കൊണ്ട് വരാൻ തന്നെ, ബീച്ചിലേക്ക് വരാൻ തന്നെ. അപ്പോൾ നോക്കുമ്പോൾ കടണ്ടായിട്ട് പോയി. ഞാൻ പറഞ്ഞങ്ങോട്ട് ബീച്ചിലേക്ക് വരാം, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തന്നെ. അപ്പോൾ നോക്കുമ്പോൾ മോൻ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങളൊന്ന് ബീച്ച് കാണിച്ചതും ചെയ്യാം വിചാരിച്ചു, രാവിലത്തെ വൈബൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോ വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ന്യൂ ഇയറിൻ്റെ വീഡിയോകളൊക്കെ വരാണ്ട് കേട്ടോ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഇവിടെ നല്ല കിടിലോസ്ക് വീഡിയോകളാണ് വരാനുള്ളത് കേട്ടോ. നോക്കട്ടെ, ചായക്ക് കടിതാ എന്താണ് പേര് നാട്ടിൽ എന്തിനായിട്ട് ഇതിനെ ഉപമിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊടുത്തുമില്ല. ഇതെത്രണ്ട്? 2 കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതിൽ കൊടുന്നിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ഇത് കൊടുന്നിരിക്കുന്നത് ജിബനാണ് കേട്ടോ, ജിബൻ, മയോണൈസല്ല, ജിബൻ. അങ്ങനെ 2 സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇന്നലെ നമുക്ക് കൊടുന്ന കറിയാണ്. രാത്രി ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്, നമുക്ക് ഉച്ചയ്ക്ക് ചൂടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ അവരൊക്കെ പോയി, സ്ഥലമൊക്കെ കാലിയായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടിച്ചുവരി വൃത്തിയാക്കി എടുക്കണം. വേറെ പരിപാടിയൊന്നും ചെയ്യാറ് പ്രത്യേകിച്ച് അങ്ങനെ വലിയ അലമ്പായിട്ടൊന്നുമില്ല. ഷർട്ടൊക്കെ ഇസ്തിരിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കണം, ഒക്കെ റെഡിയാണ്, ഒക്കെ സെറ്റാണ്. ഒന്ന് ഇസ്തിരിട്ടിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ലെവലാക്കി വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്താ, സാനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ സാനിക്ക് എത്തും. സാനിക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പരിപാടികളൊക്കെ പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
പകൽ ചുട്ടും മിന്നിച്ച് മനുഷ്യന് കിടക്കും. അപ്പോൾ റൂമൊക്കെ അടിച്ച് വരി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് അങ്ങനെയുള്ള ചില്ലറ പരിപാടികളുള്ളൂ. വലിയ കാര്യങ്ങളുള്ള പരിപാടിയൊന്നുമില്ല. കാരണം ഞാൻ കുറച്ച് ദിവസമല്ല 2-3 ദിവസം മുന്നേ ഒക്കെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞു കാഴ്ച, നമ്മളെ ജീവിത സാഹചര്യത്തെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു കാഴ്ച നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ച്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മുന്നിൽ എത്തണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മുന്നിൽ എത്താൻ വേണ്ടി നമ്മൾ കുഞ്ഞു കാഴ്ചകൾ, മറ്റുള്ള വീഡിയോകൾ വരാനുണ്ട്. എടുത്തു വെച്ച വീഡിയോകളെല്ലാം ഇടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മളെ തമ്മിലുള്ളൊരു ഇത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരൊക്കെ എത്തിക്കുക. പൊന്നാക്കാരൻ ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പുതിയ പേര്. അപ്പോൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. ഓക്കെ.